രാവിലെ എണീക്കുമ്പോൾ എന്നും ഇതാ ഈ വാതിലിങ്ങനെ അടഞ്ഞ് കിടപ്പായിരിക്കും കേട്ടോ. കാരണം ഐറൂസും മോളോടെ ഉറങ്ങാവുമല്ലോ. അപ്പോൾ അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ, ഐറൂസും കിട്ടി എണീറ്റ് വരുന്നതിന് മുന്നേ എത്രത്തോളം പണികളൊക്കെ തീർക്കാൻ പറ്റുമോ അത്രത്തോളം പണി ഇങ്ങനെ ഇഷ്ടപ്പെടി സ്പീഡ് ചെയ്യുക എന്നുള്ളതാണ് കുറേ ദിവസമായിട്ട് എൻ്റെ ഒരു റുട്ടീൻ ഉണ്ടായിരുന്നത്. ഇന്ന് എണീറ്റപ്പോൾ ഇത് അവിടേക്ക് ആകെ ഇങ്ങനെ ഒഴിഞ്ഞ് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം കേട്ടോ. പിന്നെ കിടന്നിടത്തുനിന്ന് തുറന്നിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക അതാണ് അല്ലേ. പിന്നെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ഇപ്പോൾ കുറേ ആദ്യത്തൊന്നും പോലെയല്ല. ഓന് പിന്നെ നല്ല എന്താ പറയുക കുരുത്തക്കേട് കുറവുണ്ട്. ഓന് പറഞ്ഞതൊക്കെ മനസ്സിലാവാനും ഒക്കെ പ്രായമുണ്ട് ആയിനല്ലോ. അപ്പോൾ നമ്മൾ പണികളൊക്കെ തീർത്താൽ ഓൻ്റെ ഒപ്പം കളിക്കാറുണ്ട്. ഇപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലോണം സംസാരിച്ചും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചോദിച്ചാൽ ഇങ്ങോട്ടും അതേപോലെ ഓനെ കൊണ്ട് ഒപ്പിക്കുന്ന വിധത്തിൽ വാക്കുകളൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് സംസാരിക്കാനൊക്കെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ രാവിലെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണത്തെ പണികളൊക്കെ തീർത്തു. രാവിലത്തെ കിച്ചൺ പരിപാടികളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഒന്നാമത് എന്താ വെച്ചാൽ പറഞ്ഞില്ലേ, ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് നീച്ചത്. മര്യാദക്കൊന്ന് പിന്നെ മുടി വാരി അല്ലെങ്കിൽ രാവിലത്തെ ആ ഒരു മുഖം ഒന്നും ചെയ്തിട്ടില്ല. വേഗം വേഗം പണികളൊക്കെ തീർത്തു. അപ്പോൾ ഇന്ന് ഞാൻ ദോശ തന്നെയാണ് കലക്കി പറഞ്ഞ അപ്പം ചുട്ടു. ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി ചൂടാക്കിയൊക്കെ വെച്ച് അങ്ങനെ എളുപ്പമുള്ള പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലെത്തിയതാണ് കേട്ടോ. ഇങ്ങനെ നീനുട്ടിയാലും മോളായാലും ഒക്കെ ഒന്ന് പോയിട്ട് ആദ്യത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ട് കൊടുക്കും. കാര്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി തന്നെയാണ് സ്റ്റിച്ചിങ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിയിലൊക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഇങ്ങനെ വിഷമമുള്ള സംഗതികളൊന്നും വരില്ലല്ലോ, മിസ് ചെയ്യുന്നതൊന്നും. അപ്പോൾ എന്തായാലും എനിക്കറിയാം അവരൊക്കെ പോവും. പിന്നെ കൂടുതൽ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ വേദനയാണ് പോകുമ്പോൾ. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടു. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ പള്ളിക്കൊക്കെ പോകണം മൂപ്പർക്ക്. പിന്നെ ഇന്ന് ആപ്പാപ്പയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് അലക്കിയതൊക്കെ കൊണ്ട് നിവർത്തിയിട്ടപ്പോൾ ഉണങ്ങിയതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ മടക്കി വെക്കുമ്പോഴാണ് പിന്നെ ആപ്പാപ്പ വന്നത് കേട്ടോ. അപ്പോൾ അപ്പോൾ വന്നതിൽ ഞാൻ പിന്നെ അവിടെ മടക്കി ഇങ്ങനെ വെച്ചത് അതാണ്. അവിടെയൊക്കെ തുണികളിട്ട് അങ്ങനെ മടക്കി വെക്കുന്നു. പിന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഉണ്ടാക്കണം. കഴുകി വെച്ചിട്ടാണ് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് അപ്പാപ്പ വന്നേക്കന്നെ എനിക്ക് നല്ലൊരു ചായ വേണം ആളെ. എനിക്ക് പിന്നെ ചായ കുടിക്കാൻ ആയിട്ടാണ് ഞാൻ വന്നത്. കാരണം മൂപ്പര് വന്നപ്പോൾ നല്ല എന്താ പറയുക ഈ മസാല ബോണ്ട് ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ചായ ഉണ്ടാക്കി. ഞാൻ രാവിലെ ഇതുവരെയായിട്ട് ഞാനും ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എനിക്കും ലേശം ഒരു 1/2 ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ നീനുട്ടിനൊപ്പം കുടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓള് പിന്നെ ഇത്രയും നേരമായി ഓൾക്ക് നല്ല ക്ഷീണമുണ്ട്. 2 ദിവസമായിട്ട് രാത്രി നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ഉറക്കത്തിന് നല്ല ഉറക്കക്കുറവുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ ക്ഷീണം കാണുമ്പോൾ എന്തോ ഒരു വിഷമമാണ്. ഏതായാലും ഇനിയിപ്പോൾ കഴിയാനായി. ഇനിയിപ്പോൾ ഏകദേശം ഒരു 4-5 മാസം കൂടി കഴിഞ്ഞ് നോക്കാം. അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ അവിടുന്ന് പോരാം. അപ്പോൾ എന്തായാലും നല്ലൊരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പിന്നെ അല്ലേ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നല്ലോണം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സഹിച്ചാലല്ലേ നമ്മൾ വിചാരിച്ച ലെവലിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം എത്രയായാലും നമുക്ക് മക്കളെ ഒരു കഷ്ടപ്പാട് കാണുമ്പോൾ ഓല് ഒരു ക്ഷീണം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ് അല്ലേ. എന്തായാലും ഞാനിതാ മൂപ്പർക്ക് ചായ ഉണ്ടാക്കിയപ്പോൾ ഞാനും ചായ ഉണ്ടാക്കി. ഞാൻ മസാല ബോണ്ടയിൽ ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഒരു മുട്ടയ്ക്കുള്ളിലായിട്ട് മസാലയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കഴിക്കാൻ കൊതി. അല്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക കുറച്ചൊരു മൂഡ് സ്വിങ്സിൻ്റെ ഒരു സമയമാണ് തോന്നുന്നുണ്ട്. ഓരോ സാധനങ്ങൾക്ക് ക്രേസിങ് ഞാൻ പറയുന്നത് പീരീഡ്സ് ആവാനായ ടൈമാണ്. അപ്പോൾ ഓരോരോ മധുരം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇപ്രാവശ്യം മധുരത്തിനോടല്ല എരിവിനോടാണ് എനിക്ക് കൂടുതലൊരു കഴിക്കാനൊക്കെ ഉള്ളൊരു ത്വരയും അതൊക്കെ വരുന്നത്. അപ്പം ഒരു കഷ്ണത്തിന്മേലെ കണ്ട് ഒതുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ഞാനിപ്പോൾ ഒന്നും ഫുള്ളും കഴിക്കും. അപ്പോൾ ഡയറ്റാണ് എന്നുള്ളൊരു ബോധം ഉള്ളിലുള്ളതുകൊണ്ട് ഞാനൊരു പകുതി കഴിച്ചു, അങ്ങനെ നിർത്തി. ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അപ്പാപ്പാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം ഇടാതെയാണ് ചായ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും കുടിച്ചത് കേട്ടോ. അങ്ങനെ അത് ഒക്കെ ഉണ്ടാക്കി. പിന്നെ ആ സമയത്ത് എന്താ നീനുട്ടി എഴുന്നേറ്റ് വരുന്നുണ്ട്. എഴുന്നേറ്റ് ഓളെ മുഖത്ത് കണ്ട ആ കുരുവിനൊക്കെ നല്ല മാറ്റമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഹോമിയോനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ കലക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്.
അപ്പം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അപ്പം പിന്നെ വേഗം പോയി. ബേക്കിൽ എൻ്റെ ഹസ്ബൻഡ് പോകുമ്പോൾ മുപ്പർക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ ലൈം ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി തരുവച്ചു. തണുപ്പ് വേണ്ട, പിന്നെ ഒരു നമ്മൾ സാധാ വെള്ളത്തിൻ്റെ തണുപ്പിൽ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കപ്പിൽ കൊണ്ടേ കൊടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ഐറൂസിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ നിർത്തക്കണ്ടേ, ഈ പെട്ടി ഇങ്ങനെ ഇവിടെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ കിടക്കറിയുമ്പോൾ എടുത്തേക്കണ്ടേ. അവർ പിന്നോട് പറഞ്ഞു അതൊരു കവറിലിട്ടിട്ട് ഈ ഒരു മേശ നമുക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കാം, ഇനി ഐറൂസ് വരുമ്പോൾ ഈ കഥ അവിടെ നിർത്തി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓന് അതവിടെ വേണ്ടി വരും. അപ്പോൾ ഓനെ കരയിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതുവരെ അവിടുന്ന് മാറ്റി വെക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തോ ചോദിച്ചു മുന്നോട്ട് വിളിച്ചപ്പോൾ ഞാൻ പിന്നെ എന്തോ കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിനുള്ള മറുപടിയൊക്കെ പറയണേ. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ടാവും, പറയാനുണ്ടാവും. കാരണം ആഴ്ചയിലൊരിക്കൽ ആഴ്ചയിലൊരിക്കലാണ് വരിക. ആ വരുന്ന ദിവസങ്ങളിൽ എല്ലാ വർത്താനും ഞാൻ അങ്ങോട്ടും എനിക്ക് ചോദിക്കാണ്ടാവും. കാരണം അപ്പം എല്ലായിടത്തേക്കും പോകുന്ന ഒരാളാണ്, അതായത് കുടുംബ ഫാമിലിയിൽ എല്ലായിടത്തും എത്തുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വീട്ടിലത്തെ കാര്യം ഇപ്പോൾ അവിടെ സുഖമാണോ, ഓൽക്ക് സുഖമാണോ, അത് മക്കൾക്ക് സുഖമാണോ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നോടും എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഏതായാലും അപ്പം പോയി. ഞാനിതാ പിന്നെ നേരെ കിച്ചണിൽ നമ്മൾ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല. ബീഫ് ഉണ്ടാക്കാനുണ്ട്, എന്തെങ്കിലും ഗീ റൈസ് ഉണ്ടാക്കണം, ഒക്കെ പണികളുണ്ട് കേട്ടോ. ബീഫൊക്കെ കഴുകി വെച്ചിട്ടേ ഉള്ളൂ. കിച്ചണത്തെ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുപ്പര് പള്ളി പോയിട്ട് വേണം അങ്ങോട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ മുപ്പരൻ പോയ ശേഷം ഞാനും നീനുട്ടി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഓക്ക് പിന്നെ എണീറ്റ് വന്നപ്പോൾ നല്ലൊരു കോഫി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ കലക്കി പറഞ്ഞ അപ്പാണെന്ന് പറഞ്ഞു. ഉച്ചക്ക് എന്താ ഉണ്ടാക്കണേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഗീ റൈസും ബീഫൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് മതി എനിക്ക്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ രാവിലത്തെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ നെയ്ച്ചോറും ബീഫും കഴിക്കാൻ പിന്നെ വിശപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബീഫും നെയ്ച്ചോറും തന്നെ മതി. രാവിലത്തെ ഒന്നും വേണ്ട, കോഫി മതിയാണ്. അപ്പോൾ പിന്നെ ഞാൻ നല്ലൊരു കോഫി ഉണ്ടാക്കി കൊടുത്തു. ഞാനത് ഒരു കോപ്പ വെള്ളം കൊടുത്തിട്ട് ഞങ്ങൾ എന്തായാലും പിന്നെ ഓളെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ച് അങ്ങനെ ഇരിക്കണം കേട്ടോ. അവിടെ ജോലി സ്ഥലത്തുള്ള ഒരു സംഭവങ്ങളും ഇന്നലെ ഏതോ ഒരു സ്റ്റാഫ് അവിടുന്ന് പോവുകയാണ്, അപ്പം അവരെ പാർട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. രസമാണ് കുറേ കേട്ടിരിക്കാൻ. ഓള് ഹോസ്റ്റലത്തെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു അരമണിക്കൂറോളം ഞങ്ങളങ്ങനെ സമയം കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഞാൻ കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതോടെ വെന്ത് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വേഗം നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്കും രാത്രിയൊക്കെ ആയിട്ട് കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ, മോള് വൈറസൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബീഫ് പിന്നെ ഇന്ന് ഓള് പോകുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മോള് ഇന്നലെ പോകുന്ന ഞങ്ങൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ വെള്ളിയാഴ്ച നമുക്ക് ബീഫ് ഉണ്ടാക്കണം കേട്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും മോളും. പിന്നെ ബീഫ് വാങ്ങണം, പുട്ടും ബീഫും ഉണ്ടാക്കണം, അതേപോലെ തന്നെ മന്തി അൽഫാമും ഹണി അൽഫാമും കഴിക്കാൻ കുറേ ദിവസമായി മോളുവിന് ആഗ്രഹം. അപ്പോൾ നമുക്ക് അൽഫാം കഴിക്കാമല്ലോ, മന്തി കഴിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഓളിങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നീന് വരട്ടെ, എന്നിട്ട് നമുക്ക് മന്തി അൽഫാമൊക്കെ വാങ്ങണം കേട്ടോ വെച്ചേന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റാക്കി നിന്നായിരുന്നു. ബീഫ് നമുക്ക് പിറ്റേ ദിവസം പുട്ടും ബീഫും അങ്ങനെയൊക്കെ ഓരോ കോമ്പിനേഷൻ ഫുഡ് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് പോയപ്പോൾ പിന്നെ ബീഫൊക്കെ വാങ്ങിയപ്പോൾ ഒരു സങ്കടം ഡോക്ക് കൊടുക്കാതെ പറഞ്ഞയച്ചതിൽ. അപ്പം മന്തിയൊക്കെ അന്ന് തന്നെ വാങ്ങിയാൽ മതിയെന്ന്, ഓളുള്ള സമയത്ത് തന്നെ വാങ്ങിയാൽ മതിയെന്ന് എന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ഓള് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് മോളോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കും ഒരു കട കഴിക്കാൻ ഭയങ്കര നമ്മൾ ഒരുമിച്ച് കഴിക്കണം, അതായത് അവിടുന്ന് കഴിക്കാഞ്ഞിട്ടോ തിന്നാഞ്ഞിട്ടൊന്നല്ല. കാരണം ഇവിടുന്ന് പുറത്ത് പോകുന്നതിലേറെ അവിടുന്ന് മോളുവിൻ്റെ ഹസ്ബൻഡ് പുറത്ത് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഇരുന്ന് നീനും കൂടി വരുമ്പോൾ എല്ലാവരും ഇരുന്ന് കാണ്ട് കഴിക്കുന്ന ഒരു രസത്തിനാണ് കേട്ടോ ഈ സംഭവമൊക്കെ. അപ്പം എന്തായാലും അപ്പോൾ ഇതുമ്മ വന്നാൽ പിന്നെ മോൾക്ക് വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് ഓള് ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ നേരം ഒഴിവുണ്ടായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് ഫോണൊക്കെ കണ്ട് ഉളപ്പച്ചിൻ്റെ ഫോണൊക്കെ കാണാതെ എടുത്ത് കണ്ട് ഏതായാലും 1:30 ആയപ്പോൾ പോയിട്ട് പിന്നെ മൂപ്പര് വന്നതിന് മൂപ്പർക്ക് ഫുഡ് പള്ളിക്കന്ന് വന്നതിന് ശേഷം ഫുഡ് വിളമ്പി കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ നീനുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോക്കിനോട് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനോല് ഒക്കെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു, നല്ല മസാജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പോയിട്ട് ഒരു അധികം ദിവസം 5 ദിവസം നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്നോട് അവിടെ പോയിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. തല നനച്ചിട്ടുണ്ടായിരുന്നില്ല. മേലെ എഴുകും, തല നല്ലോണം നനഞ്ഞ് മുണ്ടോട് തുടക്കും. കാരണം അവിടുത്തെ വെള്ളത്തിൽ ക്ലോറിൻ ഉള്ളതുകൊണ്ട് മുടി ഭയങ്കര എന്നിങ്ങനെ ഒരു എന്തോ പോലെ ആവണം. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് കുളിക്കാതെ കഴിയണോ ശ്രദ്ധിക്കും. ഒരാഴ്ചയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ രാത്രി പോയി വേഗം കുളിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് നല്ലോണം എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ കാപ്പിപ്പൊടിയൊക്കെ തേച്ച് വന്ന് അടിപൊളിയൊക്കെ കുളിച്ചൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി ഓക്ക് 2 കഷ്ണം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചിക്കൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊരിച്ച മസാല തേച്ച് വെച്ചത് ഓക്ക് നീനൂട്ടിക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതി 2 കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിക്കൻ കഷ്ണമൊക്കെ
അപ്പോൾ പൊരിച്ച് ഓക്ക് ചോറൊക്കെ വാരി കൊടുത്തു കിട്ടുക. പിന്നെ നീനും ഇതും സ്കൂളിട്ട് വന്നതിന് ശേഷമാണ് പിന്നത്തെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കട്ടൻ ചായ മതി എന്നൊക്കെ പറഞ്ഞാൽ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ച് പിന്നെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കിടന്നു. പിന്നെ നീനുട്ടിയും എല്ലാവരും നീനും ഉറങ്ങി എണീറ്റു. ഓൾക്ക് ഇവിടെ വന്നാൽ പിന്നെ ഉറക്കന്നെ. അപ്പോൾ ഓള് ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ചപ്പം. അപ്പോൾ ഇത് ഇന്നലെ മോളുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നപ്പം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാൻഡ്വിച്ച്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ആർക്കും അത് കഴിക്കാൻ ഒരു വയറ് ഫുള്ളായി നിന്നതുകൊണ്ട് കഴിക്കാൻ തോന്നിയില്ല. പിന്നെ പെട്ടെന്ന് മോള് പോവാന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും കഴിക്കാനുള്ളൊരു തോന്നിയതേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ എല്ലാവരും ഫ്രിഡ്ജിൽ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ നന്നാക്കി ചൂടാക്കി കുറച്ച് ബട്ടറൊക്കെ തേച്ച് ഇങ്ങനെ ചൂടാക്കി എടുത്തപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മയോണൈസ് കേടുവരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ കിട്ടി. അപ്പോൾ അതാണ് ഞങ്ങൾ വൈകുന്നേരം ചായക്ക് കടിയായിട്ട് കൂട്ടിയത്. അപ്പം ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ രാവിലെ അപ്പാപ്പ കൊണ്ടുവന്ന ആ ഒരു മസാല ബോണ്ടി ഉച്ചയ്ക്ക് ആ ഒരു വൈകുന്നേരം ആ ഒരു സാൻഡ്വിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ കഴിച്ചത്. ഒക്കെ അൺഹെൽത്തി ആയിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല വേറെ ഒന്നും കഴിച്ചില്ല. എന്താ ഉച്ചക്കത്തെ ചോറ് കഴിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതേപോലെ വടായൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ നീനുട്ടി റീൽസ് കണ്ട് അതിൽ ഈ റീൽസിൽ മുന്തിരി പിന്നെ മുളകിട്ടതോ അങ്ങനെ എന്തോ റീൽസ് അവിടുന്ന് ഹോസ്റ്റലിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ അതിൻ്റെ റീൽസ് ഷെയർ ചെയ്യൂ കേട്ടോ. പക്ഷേ ഞാനത് അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓളിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കത് വേണം എന്ന് പിന്നാലെ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓളപ്പച്ചി പള്ളിയിൽ പോയ സമയത്ത് മാരിബിന് പള്ളിയിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഈ മുന്തിരി കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് പിന്നെ മുളക് പുരട്ടാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ലല്ലോ, കഴിക്കാൻ പറ്റുമെന്നറിയില്ലല്ലോ. ബാക്കി ഞാൻ ഈ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. മുളക് പൊടിയും പിന്നെ ഉപ്പും സുർക്ക വിനാഗിരിയൊക്കെ ഒറ്റിച്ചിട്ട് നല്ല വലിയ കുഴപ്പമില്ല അങ്ങനെ ഒരു ഉപ്പിരുമ്പൽ സംഭവം. ഏതായാലും അതൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം ഞാനൊരു ഏകദേശം 10 മണി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഒരു 10 മണി കഴിയാതെ നമ്മൾ ഈ അയൺ ബോക്സ് ഒന്നും ഓൺ ആക്കരുത് എന്ന് പറയൂലേ, കറണ്ട് കൂടുതലാവുമെന്നൊക്കെ പറയില്ല. അപ്പോൾ ഞാൻ അതുവരെ ടൈം കാത്തുക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ രാവിലെ എണീച്ചിട്ടാണ് പിന്നെ അയൺ ചെയ്തത്. കറണ്ട് പോവോ പേടിച്ചിട്ട് എനിക്ക് ഉറങ്ങാനും കൂടി ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം സമാധാനത്തോടെ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ എന്തായാലും അയൺ ചെയ്ത് വെച്ചിട്ടേ ഞാൻ കിടക്കുള്ളൂ എന്ന് തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒക്കെ കൊണ്ടുപോകാനുള്ള പിന്നെ അടുത്ത വെള്ളിയാഴ്ചയാണ് ഞാൻ ലീവ്. അപ്പോൾ ലീവ് എന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇത്ര ഡ്രസ്സുകൾ ഒരു 5-6 ഡ്രസ്സ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഒക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ജീൻസൊക്കെ ഇടാൻ പറ്റുന്ന 2-3 ടോപ്പുകളും പിന്നെ ഒരു ലോങ് ടോപ്പ് അങ്ങനെയൊക്കെ വെക്കും. രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വെക്കുക. എല്ലാം ഒരേ മോഡൽ വെക്കൂല കേട്ടോ. കുറച്ച് ലോങ് ആയിട്ടുള്ളത് വേറെയും ചെറിയ ടോപ്പായിട്ടുള്ളത് വരെ അങ്ങനെ വെക്കും. ഏതാണ് മാറ്റി ഇടേണ്ടത് അങ്ങനത്തെ അനുസരിച്ച് അങ്ങോട്ട് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഒരു 3-4 ടോപ്പും ഇതൊക്കെ അയൺ ചെയ്ത് വെച്ച് ഇനി എനിക്കൊന്ന് കുളിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് രാത്രി പിന്നെ ആ മുന്തിരിയും സംഭവമൊക്കെ കഴിച്ചതുകൊണ്ട് സാൻഡ്വിച്ചൊക്കെ കഴിച്ചതുകൊണ്ട് ആർക്കും ഫുഡിന് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൂടി കഴിച്ചിട്ടില്ല കേട്ടോ. മുമ്പ് പിന്നെ രാത്രി കട്ടൻ ചായയും ഒരു ബണ്ണാണ് കഴിച്ചത്. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞു. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ അത് ഇനി നാളെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ. ആ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ നാളെ പോകുമ്പോൾ നമുക്കത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ബാക്കി അയൺ ചെയ്ത ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ താഴേക്ക് പോയി. പിന്നെ നേരെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇന്നതാ ഞങ്ങൾ ഇവിടെയാണ് ഡൈനിങ് ഹാളിലാണ് കിടക്കുന്നത്. നീനും ആ ഒരു സോഫയിൽ കിടക്കുന്നത്. നീനും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇവിടെയാണ് കിടക്കുക കേട്ടോ. കാരണം ഈ സോഫയിൽ പിന്നെ ഞാൻ കിടക്കും, അങ്ങനെ അവിടെ നീനും കിടക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.